കൊടകര ജംഗ്ഷനിൽ വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊടകര ജംഗ്ഷനിൽ തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊടകരയിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് പുതുക്കാട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. തൃശൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ കൊടകര ജംഗ്ഷനിൽ അപകട ഭീഷണി ഉയർത്തുന്നതായി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വെള്ളിക്കുളങ്ങര, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലേക്ക് റോഡ് മുറിച്ചു കിടക്കേണ്ട വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ബസ്സുകളുടെ അമിത വേഗത വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി തൃശൂർ ഭാഗത്തു നിന്നും ജംഗ്ഷനിൽ പ്രവേശിക്കുന്നതിന് 50 മീറ്റർ മുമ്പായി സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന് പുതുക്കാട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഹരി ഉപയോഗിച്ചും അശ്രദ്ധമായും വാഹനങ്ങൾ ഓടിക്കുന്നത് മൂലം അപകട മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ഹർജിയും നൽകി. നിയമലംഘനങ്ങൾ നടക്കുന്നവർക്കെതിരെ കർശന പരിശോധനകളും നിയമ നടപടികളും ഉറപ്പാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് GP ബാലചന്ദ്രൻ നായർ, ജില്ലാ ജനറൽ സെക്രട്ടറി സുജിത് K, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അരുൺ പീറ്റർ എന്നിവർ പങ്കെടുത്തു. അന്ന് യോഗത്തില് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരുവിധ അംഗങ്ങളെല്ലാം ഇവിടെ വരികയുണ്ടായിരുന്നു. അങ്ങനെ ഒരു അംഗം വരുന്ന സമയത്ത്, തൃശ്ശൂരിൽ നിന്ന് വരുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്നും ഫാസ്റ്റ് പാസഞ്ചറിലാണ് ആള് കൊടകരയിലേക്ക് വന്നത്. ആ വരുന്ന വഴിയില് കൊടകരയിലേക്ക് അമിത വേഗത്തിൽ വന്നുകൊണ്ട് കൊടകര ടൗണിൽ എത്തിയ സമയത്ത് വെള്ളിക്കുളം റോട്ടിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പാസ് ചെയ്യുകയും സഡൻ ബ്രേക്ക് ഇട്ട് കൊടകര വെച്ച് നിർത്തുന്ന ഒരു സിറ്റുവേഷനും ആ ഓട്ടോറിക്ഷ ഡ്രൈവറും നാട്ടുകാരും കൂടി ബസ്സുകാരനായിട്ടുള്ള സംസാരങ്ങളും പ്രശ്നങ്ങളും നടന്നുകൂടെ വെച്ചു. ഈ കാര്യം നമ്മുടെ യോഗത്തില് നമ്മുടെ അംഗം സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു പ്രധാന കാര്യമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് NHRCF ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കൊടകര വഴിയോര യാത്രക്കാരും അവിടുത്തെ വ്യവസായികളായിട്ടും ഇവിടെ നിന്നിരുന്ന കച്ചവടക്കാരുമായിട്ടും എല്ലാം സംസാരിച്ചപ്പോ ഇത് ദൈനംദിനമായിട്ട് കൊടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ അമിത വേഗത്തില് വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് നിന്നും വരും. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്നും വെള്ളിക്കുളങ്ങരയിലേക്ക് പോകുന്ന കൊടകര ക്രോസിംഗിൽ വെച്ചിട്ട് ഡെയിലി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തു. കൊടകര പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ പലതവണയായിട്ട് ഇതിന് പരാതികളും കാര്യങ്ങളായിട്ട് വരാറുണ്ടെന്നും അതുപോലെ ആശുപത്രിയിലേക്ക് പല കേസുകൾ പോയിട്ടുണ്ട്. ഒരു വലിയൊരു ദുരന്തം ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ യോഗത്തിൽ തീരുമാനിച്ച് ഇന്ന് കൊണ്ടുപോയിട്ട് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നമ്മൾ പരാതി കൊടുത്തു. NHRCFന്റെ നമ്മള് തൃശ്ശൂർ ജില്ലാ RTOക്ക് ഒരു ജാഗ്രത ഹർജി കൂടി നമ്മൾ സമർപ്പിച്ചു. കാരണം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വാഹനങ്ങൾ അതിവേഗം ഉപയോഗിച്ചുകൊണ്ട് നിയമലംഘനങ്ങൾ എല്ലാ ദിവസങ്ങളിലും നടത്തിക്കൊണ്ട് പല മേഖലകളിലായിട്ട് ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. അപ്പൊ അത് RTOന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിന് നടപടികൾ സ്വീകരിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ജാഗ്രതാ ഹർജി RTOന് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം RTOന്റെ ഭാഗത്തുനിന്നും PWDയുടെ ഭാഗത്തുനിന്നും അതിന് നടപടികൾ ഉണ്ടാവുന്നു. നമുക്ക് ഉറപ്പ് നൽകി PWDയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു കൊടകരയിൽ അധികം വൈകാതെ തന്നെ ഒരു സ്പീഡ് ബ്രേക്കർ അവര് ഒരു 50 മീറ്റർ ടൗണിൽ നിന്ന് നീങ്ങിയിട്ടായിട്ട് സ്ഥാപിക്കുന്നുള്ളത് ഉറപ്പ് നൽകിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്.